നിരന്തരമായ പ്രശ്നങ്ങൾ, ശുശ്രൂഷാരംഗത്തും പ്രതിസന്ധികൾ ഞാൻ അഭിമുഖീകരിക്കേണ്ട ഘട്ടം വന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം ആരംഭിച്ചത് ആ ഘട്ടത്തിലാണ്. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവം ഉണ്ടാകുന്നു. തിരുവഴുത്തിലെ ഒരു അനുഗ്രഹീതമായ വചനം വായിച്ചുകൊണ്ട് ഞാൻ തുടരട്ടെ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, 17-ാമത്തെ വചനം. കർത്താവോ എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. 16-ാം വാക്യം കൂടെ, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ, കർത്താവോ എനിക്ക് തുണ നിന്നു. ഈ 2 വചനങ്ങളാണ് ഞാനിവിടെ തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചേർത്ത് വെച്ച് അഥവാ ചേർത്ത് നിർത്തി നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും എന്നെ കൈവിട്ടു, കർത്താവോ എനിക്ക് തുണ നിന്നു. ജീവിതത്തിൽ എനിക്ക് നേരിട്ട ചില അതിതീവ്രമായ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. എൻ്റെ വിവാഹത്തിന് മുമ്പ് നടന്ന ഒരു ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞിട്ട് തുടർന്ന് വിവാഹാനന്തരമുള്ള ജീവിതത്തിലെ ചില കാര്യങ്ങൾ കൂടെ ഇവിടെ നിങ്ങളുമായി പങ്കിടാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിരന്തരമായ പ്രശ്നങ്ങൾ, ശുശ്രൂഷാരംഗത്തും പ്രതിസന്ധികൾ ഞാൻ അഭിമുഖീകരിക്കേണ്ട ഘട്ടം വന്നു. അന്ന് ഞങ്ങൾ പുനലൂരടുത്ത നരിക്കൽ എന്ന സ്ഥലത്ത് എൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് എനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്തായി ആത്മീകമായി സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരൻ വൈ തങ്കച്ചൻ. ബ്രദറൻ പശ്ചാത്തലമുള്ള ഈ സഹോദരൻ ഞങ്ങൾ ഇരുവരും ഒരുമിച്ച് നിരവധി യാത്രകൾ ചെയ്യാനുമൊക്കെ അവസരമുണ്ടായി. ആ സന്ദർഭത്തിൽ നടന്ന ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഞങ്ങൾ വളരെ സുവിശേഷ തൽപരരായിരുന്നു. അതുകൊണ്ട് ഞാനും ഈ വൈത്തങ്കച്ചനും കൂടാതെ ഞങ്ങളുടെ തൊട്ടടുത്ത കല്ലടമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ബ്രദറൻ സഭയിലെ ഒരു പ്രായം ചെന്ന സുവിശേഷകൻ, ഒരു പിതാവുണ്ടായിരുന്നു. വലിയ സുവിശേഷ സ്നേഹിയായി കർത്താവിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു രാജൻ എന്ന പേരുള്ള യുവാവ്. അദ്ദേഹം ബ്രദറൻ കൂട്ടായ്മയിലുള്ളയാളാണ്. ഞങ്ങൾ 3 പേരും കൂടെ ഒരു തീരുമാനമെടുത്തു, കർത്താവിനെ സാക്ഷിക്കണം. ഇതെല്ലാം വിസ്തൃതമായി പറയാൻ നിന്നാൽ ഒരു വലിയ ഗ്രന്ഥത്തിലേക്കുള്ള വകയുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ അവയെല്ലാം വിശദീകരിച്ച് പ്രതിപാദിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലതാണ് പറയുന്നത്. അന്ന് ഞാൻ അവിവാഹിതനാണ് എന്നൂടെ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ 3 കൂടെ ഓരോ സ്ഥലങ്ങളിൽ പോകും. രാവിലെ 9 മണിക്ക് ഞങ്ങളുടെ ആ ജംഗ്ഷനിൽ നിന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി ഓരോ ദിക്കുകൾ തിരഞ്ഞെടുക്കും. ആ ദിക്കുകളിൽ ചെന്നിട്ട് ഒരിടത്തിറങ്ങിയിട്ട് പിന്നെ നടക്കുകയാണ്. എവിടൊക്കെ കവലകൾ കാണുന്നോ അവിടെയെല്ലാം ഞങ്ങൾ പ്രസംഗിക്കും. അതിൻ്റെ രീതി ഒന്ന് പറയാം. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് ഒരു പഴയ പാട്ട് പാടും. ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് വിദ്വാൻ കുട്ടിയച്ചൻ എന്ന ജുസ്തോസ് ജോസഫ് എഴുതിയ ഹേ ഹേ പ്രിയ സ്നേഹിത സോദര സാദരം ശൃണുമേ വചനം എന്ന ഗാനം. അക്കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അഭ്യസിച്ച് കവലകളിൽ ചെന്ന് പാടുന്ന പാട്ടുകളിൽ വേറെയും പാട്ടുകൾ പാടും.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണിത്. ഒരു സെമി ക്ലാസിക്കൽ രുചിയുള്ളത് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ആളുകൾ ഓടിക്കൂടും. മയക്കൊന്നുമില്ല കേട്ടോ, ആളുകൾ വരും. ഞങ്ങളിൽ ഒരാൾ പ്രസംഗിക്കും, മറ്റേയാൾ ഏറ്റുപറയും. ഈ രാജൻ അങ്ങനെ പ്രസംഗിക്കുകയും ഏറ്റുപറയുകയും ഒന്നും ചെയ്യുന്നയാളല്ല. ഞാനും പ്രിയ തങ്കച്ചനുമാണ് ആ ശുശ്രൂഷ ചെയ്യുക. ഒന്നുകിൽ തങ്കച്ചൻ പ്രസംഗിക്കുകയാണെങ്കിൽ ഞാനത് ഏറ്റുപറയും, ഞാൻ പ്രസംഗിക്കുമ്പോൾ തങ്കച്ചൻ ഏറ്റുപറയും. ഇങ്ങനെ ഒരു യാത്ര ഞങ്ങൾ എടമണ്ണ് വഴി, പുനലൂരിൽ നിന്ന് എടമണ്ണ് വഴി തെന്മലയ്ക്ക് പോയി. ഓരോ കവലയിൽ നിന്നും മീറ്റിംഗ് ഞങ്ങൾ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞിട്ട് ട്രാക്റ്റൊക്കെ കൊടുത്തിട്ട് ബസ് വരുമ്പോൾ ബസ്സിൽ കയറി അടുത്ത ചുരുങ്ങിയ കിലോമീറ്റർ അപ്പുറത്ത് വീണ്ടും ഇറങ്ങി അവിടെ വചനം പറയും, സുവിശേഷം പ്രസംഗിക്കും. ഞങ്ങളുടെ ജീവിതം ഒരു ആവേശമായിരുന്നു അത്. ഇങ്ങനെ തെന്മലയ്ക്ക് പോവുകയാണ്. ആ തെന്മലയിൽ പല ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ച് തെന്മല വരെ എത്തി. അപ്പോൾ എൻ്റെ ധാരണ തങ്കച്ചൻ്റെ കയ്യിലോ രാജൻ്റെ കയ്യിലോ കാശുണ്ടാവുമെന്നാണ്. എൻ്റെ കയ്യിലെ പണം തീർന്നു. അവരുടെ ധാരണ എൻ്റെ കയ്യിലുണ്ടായിരിക്കുമെന്ന്. ചുരുക്കത്തിൽ ഞങ്ങളുടെ 3 പേരുടെയും പക്കൽ കാശില്ല. തിരിച്ചെങ്ങനെ വരും? രാജൻ്റെ കയ്യിൽ ചില ചില്ലറ നാണയങ്ങളുണ്ടായിരുന്നു. അത് കൊടുത്ത് ഞങ്ങൾ ഇടമണ്ണെന്ന് പറഞ്ഞ സ്ഥലത്ത് തിരിച്ചിറങ്ങി. അവിടുന്ന് പുനലൂരേക്ക് പോരാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഞങ്ങൾ തീരുമാനിച്ചു, നടക്കാം എന്ന് തീരുമാനിച്ചു. ഒരു കാപ്പിക്കടയിൽ കയറി, ഒരു ചായക്കടയിൽ കയറി ചൂടുവെള്ളം വാങ്ങി. അപ്പോഴത്തേക്കും ഇരുട്ടി, രാത്രിയായി. ചൂടുവെള്ളം വാങ്ങിച്ചു കുടിച്ച്, കാപ്പിയോ ചായയോ കുടിക്കാൻ കൈ കാശില്ലല്ലോ. ഞങ്ങൾ നടക്കുകയാണ്. കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വൈത്തങ്കച്ചനെ പരിചയമുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകൻ, അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ ഈ അസമയത്ത് ഇങ്ങനെ നടന്നു പോകുന്നത്? തങ്കച്ചൻ പറഞ്ഞു, സാറേ അത് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്, അത് പറയാൻ പാടില്ലാത്തതാണ്, സാഹചര്യം ഇദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ പറയട്ടെ, ആ മനുഷ്യൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഞങ്ങളുടെ വീടുകളിൽ എത്താനുള്ള യാത്രാക്കൂലി തരികയും ഞങ്ങൾക്ക് അവിടെ നിന്ന് ചായ വാങ്ങിച്ചു തന്നാണ് ഞങ്ങളെ യാത്ര അയച്ചത്. 10 മണിക്ക് നരിക്കൽ ജംഗ്ഷനിൽ എത്തുന്ന ഒരു ബസ്സുണ്ട്. അതിലാണ് ഞാനും തങ്കച്ചനും വന്ന് ഈ ജംഗ്ഷനിൽ ഇറങ്ങുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ച, ഒരു റാന്തൽ വിളക്കുമായി എൻ്റെ പിതാവ് എന്നെ തേടി വന്ന ജംഗ്ഷനിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ബഹുദൂരം നടന്നും വിയർത്തും ക്ഷീണിച്ചും ഒക്കെ കർത്താവിൻ്റെ സുവിശേഷം, നിങ്ങൾ ഓർക്കണം, അന്ന് ഒരു മൈക്ക് പോലും ലഭ്യമല്ലാത്ത കാലഘട്ടത്തിൽ സുവിശേഷത്തോടുള്ള ആർത്തി നിമിത്തം കർത്താവിന് വേണ്ടി അധ്വാനിച്ച കാലഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഇതുപോലെ കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിന് വേണ്ടി നിലകൊള്ളണം. അതാണ് ഈ സന്ദേശം ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. ദൈവം അതിന് നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. തുടർന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് വലിയ പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ നേരിടുക. മുന്നോട്ട് ചുവടുകൾ വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം ഞാൻ അഭിമുഖീകരിക്കുകയാണ്. എൻ്റെ പിതാവിനോടോ മാതാവിനോടോ ആരോടും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഈ പ്രയാസങ്ങളോ ഭാരങ്ങളോ പങ്കുവയ്ക്കുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ചു, സുവിശേഷ വേല ഒരു തൊഴിലിനോടൊപ്പം ചെയ്താൽ എന്താ? അങ്ങനെ നോക്കണം, അവിശ്വാസം ഹൃദയത്തിലേക്ക് വരുന്ന ഒരു ഘട്ടമാണിതൊക്കെ. ഞാനങ്ങനെ എൻ്റെ ഒരങ്കിൾ, എൻ്റെ ഒരു അമ്മയുടെ അമ്മാച്ചൻ ഒരാൾ പൂനായിലുണ്ട്. അദ്ദേഹം റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. താൻ മുഖാന്തരം പലർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഒരു ജോലി തരപ്പെടുത്തി
ജോലിയോടുകൂടെ നോക്കണം, എന്തൊരു വലിയ ബുദ്ധിയാണെന്ന് നോക്കണം. കർത്താവിൻ്റെ ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധിയാണ്. ഒരു തൊഴിലിനോടുകൂടെ സുവിശേഷ വേല ചെയ്യാം എന്ന് അഭിലാഷത്തോടുകൂടെ ഞാൻ അന്തിമമായ തീരുമാനത്തിലെത്തി. പോകാൻ തന്നെ തീരുമാനിച്ചു. തങ്കച്ചനോട് മാത്രം ഞാൻ ഈ വിഷയം ഷെയർ ചെയ്തു, വേറെ ആരോടും ഈ കാര്യം പറഞ്ഞില്ല. ഇങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് പുനലൂരടുത്ത് കുതിരച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലുള്ളവർ സംഘടിപ്പിച്ച ഒരു യോഗമാണ്. അന്ന് പ്രസംഗിക്കുന്നത് ബഹുമാന്യനായി ഇന്ന് കർത്തൃ സന്നിധിയിൽ വിശ്രമിക്കുന്ന P.I. എബ്രഹാം അഥവാ കാനമച്ചൻ എന്ന ദൈവദാസനാണ്. പെന്തക്കോസ്ത് ലോകത്തിൽ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ചില പ്രഭാഷകരുണ്ട്. അതിൽ അഗ്രഗണ്യന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട കാനമച്ചൻ. പിന്നീടുണ്ടായിരുന്നത് ഷാരോൺ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല, P.J. തോമസ് എന്നാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നത്. അടുക്കടുക്കായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കൃശഗാത്രനായ അനാരോഗ്യം ബാധിച്ച ഒരു മനുഷ്യൻ. മൈക്രോഫോണിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആളും രൂപവുമെല്ലാം മാറി ദൈവകൃപയിൽ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. ഞാനേറെ ആദരിച്ചിരുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പല മെസ്സേജുകളിലെ സന്ദേശങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ആ സന്ദേശങ്ങൾ ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. പലയിടത്തും അത് ഞാൻ ഉദ്ധരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നീട് ഒരാളായിരുന്നു ചർച്ച് ഓഫ് ഗോഡ് എന്ന വിഭാഗത്തിലെ അനുഗ്രഹീത ദൈവദാസനും വേദശാസ്ത്രജ്ഞനുമായിരുന്നു M.V. ചാക്കോ സാർ. ഇവരൊക്കെ എനിക്ക് വളരെ പ്രിയങ്കരായിരുന്നു പെന്തക്കോസ്തു ലോകത്ത്. കാനമച്ചൻ്റെ ഈ പ്രസംഗം കുതിരച്ചിറയിൽ നടക്കുകയാണ്. ഞാനും തങ്കച്ചനും കൂടെ ദീർഘദൂരം പോകണം, നടന്നാണ് പോകുന്നത്. ഞങ്ങൾ ഇരുവരും കൂടെ നടന്ന് ആ യോഗത്തിനെത്തി. ഞങ്ങൾ സുവിശേഷകന്മാരാണെന്ന് അവർക്കറിയാം, യോഗ സംഘാടകർ. ഞങ്ങൾ ചെന്നപ്പോൾ അന്ന് ഇപ്പോഴത്തെ പോലെ കസേരകളും ഒന്നുമില്ല, സൈഡിൽ ഇട്ടിരിക്കുന്ന ബെഞ്ചുകളാണ്. ഞങ്ങളെ സ്വീകരിച്ച് ആ ബെഞ്ചിലിരുത്തി. തുടർന്ന് യോഗം ആരംഭിച്ചു. ഞങ്ങളിൽ ആരോ ഒരാളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ അതൊന്നുമല്ല ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം തങ്കച്ചനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താ? സുവിശേഷ വേല ചെയ്യണം, വേറൊരു ജോലി കണ്ടെത്തുക, അതിനനുസരിച്ച് അതിനോടുകൂടെ സുവിശേഷ വേലയും ചെയ്യുക എന്ന വിദഗ്ധമായ തീരുമാനം എടുത്ത ആ നാളുകളിലാണ് ഈ മീറ്റിങ്ങിന് ഞാൻ ചെല്ലുന്നത്. ബഹുമാന്യനായ കാനമച്ചൻ്റെ പ്രഭാഷണം ആരംഭിച്ചു. മോശയുടെ പർവ്വത ജീവിതം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. ഹോരേബിലും സീനായിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഒടുവിൽ മറുരൂപ മലയിൽ വരെ എത്തുന്ന ഒരു ദീർഘമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം ഇന്നും ഞാൻ ഓർക്കുകയാണ്. ഏതൊരു ക്രിസ്ത്യാനി, അവിശ്വാസികളുടെ കാര്യമല്ല, ഏതൊരു വിശ്വാസിയെയും അവരുടെ വിശ്വാസ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുകയും അവരെ ആത്മാവിൽ ബലപ്പെടുത്തുകയും ആത്മാവിൻ്റെ ഉദ്ദീപനം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ കത്തിച്ചെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണമായിരുന്നു അത്. ആ ദൈവദാസൻ്റെ പ്രസംഗം തുടർന്നു വരികെ എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ദൈവദാസൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ വിളി ലഭിച്ച മോശയെ, ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചിറക്കിയ മോശയെ, നീ ആ വിളി വിട്ട് എവിടെ പോയാലും, അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഭാഷാശൈലിയിൽ പറയുകയാണ്, നിനക്ക് ഗുണം പിടിക്കയില്ല എന്ന്. അദ്ദേഹം ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ആ സന്ദേശത്തിലൂടെ എനിക്ക് നേരെ ദൈവാത്മാവിൻ്റെ കൂരമ്പായി ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിൽ പതിച്ചു.
ഉടൻ തന്നെ ആ ബെഞ്ചിലിരുന്ന ഞാൻ തൊട്ട് താഴെ അന്ന് മിടഞ്ഞെടുത്ത ഓലക്കീറുകളാണ് ഇരിക്കാൻ വേണ്ടി ഒരുക്കുക. ആ ബെഞ്ചിൽ നിന്ന് താഴെ ആ ഓലക്കീറിൽ മുട്ടുകുത്തി ഞാൻ അവിടെ വെച്ച് തീരുമാനം എടുത്തു. എന്നെ പുനഃപ്രതിഷ്ഠിച്ചു. കർത്താവേ, എന്നെ വിളിച്ചിറക്കിയ വലിയവനായ ദൈവമേ, ജീവിതത്തിൽ എന്ത് നേരിട്ടാലും ഏതു പ്രതിബന്ധം ജീവിതത്തിൽ അഭിമുഖീകരിച്ചാലും ഒരിക്കലും എൻ്റെ വിളിയെയും അങ്ങയുടെ നിയമനത്തെയും ഉപേക്ഷിച്ച് ഞാൻ വേറെ ഒന്നിനും പോകുകയില്ല എന്നവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. ദൈവസന്നിധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ എന്നെ പുനർപ്രതിഷ്ഠിച്ച ഒരു സന്ദർഭമാണത്. തുടർന്ന് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടുക, കർത്താവ് എന്നെ സഹായിക്കുവാൻ എന്നോടൊപ്പമുണ്ട് എന്ന വ്യക്തമായ ബോധ്യത്തോടെ എൻ്റെ ജീവിതയാത്ര തുടരുകയായിരുന്നു. അവിടെ നിന്ന് തുടർന്ന് ഞങ്ങളുടെ ജീവിതയാത്രയിൽ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നരിക്കലിൽ നിന്ന് മൈലപ്രായിലേക്ക് മാറി താമസിക്കുന്നു. ആ സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അത് നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. ആ വിവാഹാനന്തരം ദൈവം ഒരുക്കിയ ശുശ്രൂഷ പദ്ധതികൾ വളരെ വലുതായിരുന്നു. തുടർന്ന് ഞാൻ ഇടയ്ക്കുള്ള പല ഭാഗങ്ങളും വെട്ടിച്ചുരുക്കി പറയട്ടെ. തുടർന്ന് ചില നാളുകൾക്ക് ശേഷം ഞാൻ ആയൂര് ശുശ്രൂഷ, മിഷൻ ഹില്ലിലെ ശുശ്രൂഷ തുടർന്നു. എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ശുശ്രൂഷ തുടർന്നു. അപ്പോഴേക്കും എൻ്റെ പിതാവ് വീണ്ടും ഞങ്ങളുടെ കുടുംബം കൂടുമാറ്റം സംഭവിച്ച് ഞങ്ങൾ വീണ്ടും നരിക്കൽ എന്ന സ്ഥലത്തെത്തി. എൻ്റെ സഹോദരി ഭർത്താവിന് ഇഷ്ടദാനമായി കിട്ടിയ ആ വീട്ടിലായി ഞങ്ങളുടെ താമസം. എൻ്റെ പിതാവും മാതാവും, അന്ന് എൻ്റെ സഹോദരിയും ഭർത്താവും ബോംബെയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ തുടരുകയാണ്. സഹോദരിമാർ 2 പേരന്ന് വീട്ടിലുണ്ട്. ഒരു സഹോദരി ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണത്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ച് വരുമ്പോഴാണ് എൻ്റെ പിതാവിന് പ്രമേഹ രോഗം, അഥവാ ഞാൻ പറഞ്ഞതുപോലെ ഡയബറ്റിക് വളരെ കൂടുകയും അദ്ദേഹത്തെ പുനലൂരുള്ള ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടതായി വരികയും ചെയ്തു. ഇതിനിടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്ന ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഭാര്യാഭവനത്തിലും കുറേ നാൾ താമസിക്കേണ്ടതായി വന്നു. എന്നാൽ അന്നും ഞാൻ അടങ്ങിയിരുന്നില്ല. അവിടെയുള്ള സഭകളോട് ചേർന്ന്, സഭാവ്യത്യാസം കൂടാതെയുള്ള സഭകളോട് ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പോരും. അങ്ങനെയാണ് എൻ്റെ പിതാവിന് രോഗം വർദ്ധിച്ചതനുസരിച്ച് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. എൻ്റെ പിതാവിനെയും കൊണ്ട് പലവരും, ഞാനും എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ബാബു എന്നു പേരുള്ള എൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു. എൻ്റെ പിതാവിനെയും കൊണ്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ കോളേജിൽ എൻ്റെ മാതാവും ഒരുമിച്ച് പോവുകയും ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവം ഉണ്ടാകുന്നത്. എൻ്റെ പിതാവിൻ്റെ രോഗം മൂർച്ഛിച്ചു. പ്രമേഹം അഥവാ ഈ ഷുഗറിൻ്റെ അളവ് നിയന്ത്രണാതീതമായി വർദ്ധിക്കുക, പെട്ടെന്ന് താഴെ പോകുക, കോമയിലാകുക, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡയബറ്റിക് ആയിരുന്നു എൻ്റെ പിതാവിനുണ്ടായിരുന്നു. റോയ് മാത്യു എന്ന് പറഞ്ഞ ഡോക്ടറാണ് എൻ്റെ പിതാവിനെ മെഡിക്കൽ കോളേജിൽ നോക്കിയത്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇത് ഏത് തരത്തിലുള്ള ഡയബറ്റിക്കാണ് എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പിതാവ്
തൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഉള്ള വാഹനം ഒരുക്കപ്പെടുകയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അവിടെയുണ്ട്, എൻ്റെ അമ്മയുമുണ്ട്. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്, ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റാണ്. ഈ സമയത്താണ് ഒരു രാത്രിയിൽ 1982 മെയ് മാസത്തിലാണ് ഒരു ആംബുലൻസിൽ എൻ്റെ പിതാവിൻ്റെ മൃതദേഹം അർദ്ധരാത്രി കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ എത്തപ്പെടുന്നു. എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ മാതാവ് മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ സ്നേഹനിധിയായ പിതാവ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സന്ദർഭം ഇന്നും അതോർക്കുമ്പോൾ അസഹനീയമായ ദുഃഖം എന്നെ അലട്ടാറുണ്ട്. ഒരർത്ഥത്തിൽ ദൈവം ഈ ചെയ്ത പ്രവൃത്തി എന്ത് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ച് വാവിട്ട് കരഞ്ഞ സന്ദർഭമായിരുന്നു. 60 വയസ്സിന് താഴെയുള്ളൂ എൻ്റെ പിതാവ്. സ്വന്തമായിട്ടൊരു വീടില്ല. ഒന്നും ജീവിതത്തിൽ ഞങ്ങൾക്ക് സമ്പാദ്യമായിട്ടില്ല. എൻ്റെ വിവാഹാനന്തരം 13 വീടുകളാണ് ഞാനും എൻ്റെ ഭാര്യയും പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ മാറി മാറി താമസിക്കേണ്ടി വന്നു. എൻ്റെ 2 പെങ്ങന്മാരുടെ വിവാഹമേ നടന്നിട്ടുള്ളൂ. ഒരു സഹോദരിയുടെ വിവാഹം നടക്കണം. ഇതൊന്നുമല്ല എന്നെ അലട്ടിയത്. വിളിച്ചവൻ വിശ്വസ്തനാണ്, പുലർത്തും നടത്തും. കാര്യങ്ങൾക്കെല്ലാം കർത്താവ് കൈവിടി. ഞാൻ വായിച്ചതുപോലെ ആര് കൈവിട്ടാലും കർത്താവ് കൈവിടില്ല എന്ന ധൈര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ എൻ്റെ പിതാവിൻ്റെ വേർപാട്, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച് കർത്തൃവേലയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പിതാവിൻ്റെ വേർപാട്, അതും അകാലത്തിൻ്റെ വേർപാടെന്ന് തന്നെ ഞാൻ പറയട്ടെ, എന്നെ വളരെയേറെ വേദനിപ്പിച്ചു. ഞാൻ ഓർക്കുന്നു, ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്തു പോരുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ മകനോടും എൻ്റെ കൂടെയുണ്ടായിരുന്ന സഹോദരനോടും ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ച സ്ഥലം അവരെ കാണിച്ചു കൊടുത്തു, ചെറുവള്ളി എസ്റ്റേറ്റിൽ. ആ ജനിച്ച സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ എൻ്റെ അമ്മയുടെ വീട് കീക്കൊഴൂരാണ്. ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് കീക്കൊഴൂരേക്കുള്ള യാത്രയിൽ മുക്കട ജംഗ്ഷനിൽ എത്താൻ ഏകദേശം 2 കിലോമീറ്ററോളം, കുറഞ്ഞ പക്ഷം 1.5 കിലോമീറ്ററുണ്ട് യാത്ര ചെയ്യണം. അന്നൊരു കുരുന്നു ബാലനായിരുന്ന എന്നെ എൻ്റെ വിരലിൽ പിടിച്ചുകൊണ്ട് ഒറ്റയടി പാതയിൽ എൻ്റെ പിതാവ് നടന്നു വരുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച പ്രസംഗം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിലെ ഫറവോന്റെ ചോദ്യമാണ്, യഹോവ ആർ? അവൻ്റെ വാക്ക് ഞാൻ അനുസരിക്കേണ്ടതിന് അവൻ ആർ? ഈ ചോദ്യം ഉദ്ധരിച്ചുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് പറഞ്ഞു തന്ന, ഒരു പ്രസംഗമായി പറഞ്ഞു തന്ന് എന്നെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ച് ഈ മുക്കട ജംഗ്ഷനിൽ വന്ന് ബസ് കയറി എൻ്റെ അമ്മ വീട്ടിലെത്തിച്ച് എൻ്റെ പിതാവ് തൻ്റെ കൈത്തണ്ടയിൽ എന്നെ കിടത്തി സൈമൺ സാറിൻ്റെയും ജുസ്തോസ് ജോസഫിൻ്റെയും ചെറിയാൻ സാറിൻ്റെയും TK സിമൽ സാറിൻ്റെയും ഒക്കെ പാട്ട് പഠിപ്പിച്ച എൻ്റെ പിതാവ്, ദൈവവചനത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എൻ്റെ ആത്മാവിൽ കോറിയിട്ട എൻ്റെ പിതാവ് മഹത്വത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇന്ന് അദ്ദേഹം കർത്താവിനോടുകൂടെയാണ്. വളരെ വൈകാതെ ഞാനും എൻ്റെ പിതാവും തമ്മിൽ കാണുന്ന, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മനോഹരമായ സുദിനം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിതാവിൻ്റെ പിതാവ് അന്ന് ജീവനോടെയുണ്ട്. എന്നാൽ എൻ്റെ വലിയമ്മച്ചി വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ സ്മൃതിപഥത്തിൽ വന്ന ഒരു കാര്യം പറയുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ചെറുവള്ളി എസ്റ്റേറ്റിൽ താമസിക്കുന്ന സമയത്താണ് എൻ്റെ വലിയമ്മച്ചി മരിക്കുന്നത്. ആ മരണസമയം
ഞാനും എൻ്റെ പിതാവും എൻ്റെ വല്യപ്പച്ചനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളുമെല്ലാം ആ കിടക്കയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. രോഗവിവരങ്ങളൊന്നും പറയാൻ ഞാൻ സമയം വിനിയോഗിക്കുന്നില്ല. അന്ന് ഞാനൊരു കൊച്ചു ബാലനാണ്. ഏതാണ്ട് 3ാം ക്ലാസ്സിലോട്ട് കയറുന്ന ആ സമയത്താണ് എൻ്റെ വല്യമ്മച്ചി മരിക്കുന്നത്. ശരീരത്തിൽ അതിവേദന എടുത്തിട്ട് സുന്ദരിയായ എൻ്റെ വല്യമ്മച്ചി ആ കിടക്കയിൽ വെച്ച് വേദന സഹിക്കാതെ അസഹനീയമായ വേദനയിൽ അയ്യോ അയ്യോ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അമ്മച്ചിയുടെ അടുക്കൽ ചെന്നിരുന്ന് പറഞ്ഞു, എടീ, നമ്മൾ ദൈവമക്കളല്ലേ, നമ്മൾ അയ്യോ അയ്യോ എന്ന് വിളിക്കാമോ? എൻ്റെ വല്യമ്മച്ചിയുടെ അന്ത്യനിമിഷങ്ങളായിരുന്നു അത്. തൻ്റെ കൈകൾ ഇങ്ങനെ മലർത്തി വെച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് എൻ്റെ അമ്മച്ചി വിളിച്ചു പറഞ്ഞു, പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഈ കാഴ്ച കണ്ട എൻ്റെ കുരുന്ന മനസ്സിൽ ഒരു ചോദ്യം ഇങ്ങനെ ഉണ്ടായി, എന്താ ഈ അമ്മച്ചി പറഞ്ഞത്? മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണം അന്ന് ആരംഭിച്ചതാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ ചെന്നെത്തിയത് ജീവനും പുനരുദ്ധാനവുമായ കർത്താവായ യേശുക്രിസ്തുവിലാണ്. എൻ്റെ വലിയമ്മച്ചി മഹത്വത്തിലേക്ക് മാറ്റപ്പെട്ടത് ഏറിയ പ്രത്യാശയോടാണ്. എൻ്റെ പിതാവ് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജിൽ കിടന്ന് പാടിയ പാട്ട് ഒരു സമയം താൻ കോമായിലേക്ക് നീങ്ങി അതിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഞാൻ അരികെയുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ അടുത്തുണ്ടായിരുന്നപ്പോഴാണ് മരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, അച്ചാച്ചാ, ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ? അദ്ദേഹം ഇങ്ങനെ പാട്ടുകളങ്ങ് പാടുകയാണ്. കോമായിൽ നിന്ന് ഉണർന്നു വന്നപ്പോൾ പാട്ട് പാടുകയാണ്. അദ്ദേഹം അന്ന് പാടിയ 3 പാട്ടുകളുടെ ചില ചരണങ്ങളുണ്ട്. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ. പിന്നെ അദ്ദേഹം പാടിയ പാട്ടാണ്, ലോകെ ഞാനൻ ഓട്ടം തികച്ചു സ്വർഗഗേഹേ വിരുദ്ധനായി, പറന്നിടും ഞാൻ മറുരൂപമായി പരനേശു രാജൻ. അതിൽ രാജൻ സന്നിധി എന്ന് പാടിയിട്ട് അദ്ദേഹം ഉറക്കെ പാടുകയായിരുന്നു, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നിൽക്കുന്നു. ഞാൻ വിചാരിക്കുന്നു ആ മഹത്വമേറിയ കാഴ്ച എൻ്റെ പിതാവ് അന്ന് കണ്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അച്ചാച്ച, ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇത്രയും ഒച്ചത്തിൽ പാടരുത്. അദ്ദേഹം വീണ്ടും പാടി, ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. മോൻ പറഞ്ഞത് ശരിയാ, ഇത്രയും ഒച്ചത്തിൽ ഇവിടെ പാടാൻ പാടില്ല. പക്ഷേ ഞാനിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി ആരോടും സുവിശേഷം പറഞ്ഞില്ല. അതിൻ്റെ മനസാക്ഷി കുത്തിലാണ് ഞാൻ ഇത്രയും ഉറക്കെ പാടിപ്പോയത്. ഈ കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, നിങ്ങളുടെ ഹൃദയത്തിൽ പാടിയും. എൻ്റെ പിതാവ് എന്നോട് പറയുകയാണ്, ശരിയാ മോനെ, അധരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും പാടാം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവദാസൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ മരണക്കിടക്ക, രോഗക്കിടക്ക പോലും മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതാണ്. ഞാനിങ്ങനെ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മാവിൽ ബലവും പ്രത്യാശയും തന്ന് ശുശ്രൂഷയിൽ എന്നെ ധൈര്യപ്പെടുത്തി മുന്നോട്ട് പോ എന്ന് ഈ സംഭവങ്ങളൊക്കെ, ഈ അനുഭവങ്ങളൊക്കെ എന്നെ ബലപ്പെടുത്തിയ ധന്യമായ നിമിഷങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ വാക്കുകൾ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മരണശേഷം നിങ്ങളുടെ ജീവിതം എവിടെയായിരിക്കും? ഇങ്ങനെ ഒരു പ്രതീക്ഷയോടെയും ആത്മസമർപ്പണത്തോടും എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ജീവിതം, ഈ ലോകത്തിലെ ജീവിതത്തിന് ഒരർത്ഥവിരാമം കുറിക്കുവാനുള്ള ധൈര്യവും പ്രത്യാശയും നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള ഏക വഴി, യേശു കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, നിത്യജീവങ്കിലേക്കുള്ള വഴി, സ്വർഗത്തിലേക്കുള്ള വഴി. ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുവാൻ വലിയവനായ ദൈവം ഈ വചനങ്ങളാലും നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന്
ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.